നമസ്കാരം, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്നൊരു കുഞ്ഞൻ SME കമ്പനിയുടെ IPO വിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അഗ്നി ഗ്രീൻ പവർ ലിമിറ്റഡ് എന്ന് പറയുന്ന കൽക്കട്ട ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ വിശേഷമാണ്. ഇവരുടെ IPO 20-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. 52.5 ലക്ഷം ഓഹരികളാണ് ഇവർ വിപണിയിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്. പുതിയ ഓഹരികളാണ് എല്ലാം തന്നെ. അങ്ങനെ അവർ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെറും 5.25 കോടി രൂപ മാത്രമാണ്. അപ്പോൾ ഈ ചെറിയ കമ്പനിയുടെ IPO വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അഗ്നി ഗ്രീൻ പവർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ കമ്പനി 1995 രൂപം കൊള്ളുന്നത്. അവർ ടേൺ കീ സോളാർ PV പവർ പ്ലാന്റ് പ്രോജക്റ്റ് ആണ് ചെയ്യുന്നത്. അതായത് കൺസ്ട്രക്ഷൻ മുതൽ ഇൻസ്റ്റലേഷനും അതിൻ്റെ ബാക്കിയുള്ള സർവീസിങ്ങും എല്ലാം തന്നെ അടങ്ങിയ ഒരു പ്രോജക്റ്റാണ് ഇവർ ചെയ്യുന്നത്. അത് സോളാർ PV പ്ലാന്റ് ആണ്. അതായത് ഫോട്ടോ വോൾട്ടായിക്, അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സോളാർ പാനലുകൾ. അപ്പോൾ ആ പാനലുകൾ നിർമ്മിച്ച് അതിൻ്റെ വലിയ പ്ലാന്റുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് അഗ്നി ഗ്രീൻ പവർ ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനി. ഇവർ കൺസ്ട്രക്ഷനും ഇൻസ്റ്റലേഷനും കമ്മീഷനിങ്ങും അടക്കം എല്ലാം ചെയ്യും. അതാണ് ടേൺ കീ സോളാർ PV പവർ പ്ലാന്റ് പ്രോജക്റ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൂടാതെ സോളാറിൻ്റെ ലൈറ്റുകൾ ആ സിസ്റ്റം അതുമെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ സെല്ലിങ്ങും എല്ലാം ഈ കമ്പനി നടത്തുന്നുണ്ട്. സോളാർ രംഗത്ത് പുതിയ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റി അവർക്ക് വളരെ ശക്തമായ രീതിയിൽ അതിനുള്ളൊരു ടീമുണ്ട്. കൂടാതെ അവർക്ക് ISO സർട്ടിഫിക്കേഷൻസ്, പലതരത്തിലുള്ള ISO ക്വാളിറ്റി സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. ഇവരുടെ 4 പ്രധാന ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ഛത്തീസ്ഗഡ്, ആസാം, മിസോറാം, ത്രിപുര തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് നോക്കാം. പ്രധാനമായിട്ട് ആദ്യം കാണുന്ന ചിത്രം പ്രൊഫസർ ഹിരൺമയ് സാഹയാണ് ചെയർമാൻ. അദ്ദേഹം ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിലെ TCE ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിട്ടയർഡ് പ്രൊഫസറാണ്. വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് കൂടാതെ തൊട്ട് താഴെ കാണുന്ന ചിത്രം ഡോക്ടർ കനക് മുഖോപാധ്യായ, അദ്ദേഹമാണ് MD. അദ്ദേഹം വലിയ മികച്ച ഒരു സ്കോളറാണ്. പിന്നെ ചന്ദന സാഹ, അരൂപ് കുമാർ മഹന്ത തുടങ്ങിയ പ്രൊമോട്ടേഴ്സും കമ്പനിക്കുണ്ട്. ഇവരുടെ കൈവശം 76.26% ഓഹരികളാണ് ഇഷ്യൂവിന് തൊട്ട് മുമ്പുള്ളതെങ്കിൽ ഇഷ്യൂ കഴിയുമ്പോൾ 55.76% ഓഹരികളായിരിക്കും അവരുടെ കൈവശം ഉണ്ടായിരിക്കുക. മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ ഈ കമ്പനി 5.25 കോടി രൂപയാണ് റേസ് ചെയ്യുന്നത്. അതിൽ 4.28 കോടി രൂപയും വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കാൻ തന്നെയാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഒരു 50 ലക്ഷം രൂപ അവർ ജനറൽ കോർപ്പറേറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെ ഒരു 47 ലക്ഷം രൂപയാണ് ഈ ഇഷ്യൂവിൻ്റെ ചെലവുകൾ മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ 5.25 കോടിയിൽ പ്രധാന പങ്കും അത് അവരുടെ ക്യാപിറ്റലായിട്ട് തന്നെ ഉപയോഗിക്കാൻ, വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ധനകാര്യ വർഷത്തിൽ 11.26 കോടി രൂപ അവർ ബാങ്ക് വായ്പയായിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത്. അത് വലിയൊരു ബാധ്യതയാണെന്നുള്ളതോടൊപ്പം തന്നെ അത് കമ്പനിയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽസിലേക്ക് നോക്കാം. ടോട്ടൽ റവന്യൂ 2019 മാർച്ചിൽ കാണുന്നത് 31.73 കോടി രൂപയാണ് റവന്യൂ ആയിട്ട് കാണിക്കുന്നത്. ആ വർഷം അതിൻ്റെ പ്രോഫിറ്റ് 2.23 കോടി രൂപയാണ്. അടുത്ത വർഷമായപ്പോൾ 2020 ആയപ്പോൾ ടോട്ടൽ റവന്യൂ 23.24 കുറയുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് വെറും 11 ലക്ഷം രൂപയായിട്ട് മാറി. പിന്നെ അതിൻ്റെ അടുത്ത വർഷമായപ്പോഴത്തേക്കും റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. 35.27 കോടി രൂപയായിട്ട് റവന്യൂവിൽ വർധനവുണ്ടായപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് അതേ നിലയിൽ തന്നെ തുടരുകയാണ്. 0.11 crores, അതായത് 11 ലക്ഷം രൂപ മാത്രമാണ് കമ്പനിയുടെ ലാഭമായിട്ട് കാണുന്നത്. തൊട്ടടുത്ത വർഷം, അതായത് 2022 ഒരു 10 മാസത്തെ കണക്ക്, ജനുവരിയിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വളരെയധികം കുറവാണ് റവന്യൂവിൽ ഉണ്ടായിട്ടുള്ളത്. 7.12 കോടി രൂപ മാത്രമാണ് കമ്പനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിലോ 0.07 ആണ് കാണുന്നത്. അതായത് വെറും 7 ലക്ഷമാണ് കമ്പനിയുടെ പ്രോഫിറ്റായിട്ട് കാണുന്നത്. വളരെ ഒരു ഇൻകൺസിസ്റ്റൻസി ഇതിൽ നമുക്ക് കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒട്ടും തന്നെ ഒരു സ്റ്റെബിലിറ്റി കമ്പനിക്ക് കാണുന്നില്ല.
2021 വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ EPS 0.15ഉം ഇഷ്യൂവിന് തൊട്ട് മുമ്പുള്ള PE റേഷ്യോ 15.62ആണ്. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് ആണെങ്കിൽ 0.4%, ബുക്ക് വാല്യൂ 36.96 പെർ ഷെയറുമാണ്. പിന്നെ ഇത് കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം 2017 10%, 2018 30% ഡിവിഡൻഡ് കമ്പനി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. 2019 അത് 1% ആണ് അവർ കൊടുത്തത്. പിന്നീട് ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല. അതിനി ഭാവിയിൽ വീണ്ടും ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് അവർക്ക് കമ്പനിക്ക് ലാഭം വരികയാണെങ്കിൽ വരാം. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്നാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. ഇവരുടെ ലിസ്റ്റഡ് പിയർ കമ്പനികൾ സുർണ സോളാർ, വെബ്സോൾ എനർജി, ഊർജ ഗ്ലോബൽ, സോളക്സ് എനർജി തുടങ്ങിയ കമ്പനികളാണ്. പിന്നെ ഇതിൻ്റെ രജിസ്ട്രാർ കാമിയോ കോർപ്പറേറ്റ് സർവീസസ് ലിമിറ്റഡും പിന്നെ ലീഡ് മാനേജർ ഫിൻഷോർ മാനേജ്മെൻറ്റ് സർവീസസ് ലിമിറ്റഡുമാണ്. SME ഓഹരികൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് SME ഓഹരികൾ എന്താണെന്ന് പഠിക്കുന്ന വീഡിയോ കാണാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ അഗ്നി ഗ്രീൻ പവർ ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയുടെ ഇഷ്യൂ വിശേഷങ്ങൾ വിശദമായിട്ടൊന്ന് നോക്കാം. ജൂലൈ 20 മുതൽ 22 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത് നമുക്കറിയാം. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് അല്ല, ഇത് ഫിക്സഡ് പ്രൈസ് ആണ്. 10 രൂപയാണ് ഓരോ ഓഹരിക്ക് ഇട്ടിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. അത് തന്നെയാണ് ഇവർ പ്രൈസായിട്ട് ഇട്ടിരിക്കുന്നതും. 52.5 ലക്ഷം ഓഹരികളാണ് ഇവർ മാർക്കറ്റിലേക്ക് പുതുതായിട്ട് ഓഹരികൾ വിൽക്കുന്നത്. ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. ടോട്ടൽ IPO സൈസ് എന്ന് പറയുന്നത് 5.25 കോടി രൂപയ്ക്കുള്ള ഓഹരികളാണ്. ഒരു റീറ്റെയിലർക്ക് മിനിമം അപ്ലൈ ചെയ്യാവുന്നത് 10,000 ഓഹരികളാണ്. മാക്സിമം 20,000 ഓഹരികൾ വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞു 10 രൂപയാണ് ഫേസ് വാല്യൂ എന്ന്. അപ്പോൾ റീറ്റെയിലേഴ്സിന് 50% ഓഹരികൾ അനുവദിച്ചിട്ടുണ്ട് ഈ റീറ്റെയിലേഴ്സിന്. ബാക്കി 50% HNIസിന് വേണ്ടിയിട്ടാണ്. NSEയുടെ എമർജിൽ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് നോക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് ജൂലൈ 27 തൊട്ടടുത്ത ദിവസം കിട്ടാത്തവർക്ക് റീഫണ്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ 29 ആണ് ഷെയർ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ട് വരുന്നത്. ലിസ്റ്റിംഗ് വരുന്നത് ഓഗസ്റ്റ് 1 ഈ കമ്പനിയുടെ ഇഷ്യൂവിന് ശേഷമുള്ള പെയ്ഡപ്പ് ക്യാപിറ്റൽ 26.88% വരും. അതായത് ഇപ്പോഴത്തെ ഇഷ്യൂ പ്രൈസ് ആയിട്ടുള്ള 10 രൂപ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്യൂ കഴിയുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 19.54 കോടി രൂപയായിരിക്കും. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് അറിയാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇതൊരു ചെറുകിടക്കാർക്ക് വേണ്ടിയുള്ള ഇഷ്യൂ അല്ല. ഈ SMEകളുടെ ഇഷ്യൂകൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ചെറുകിടക്കാർ മാറി നിൽക്കുക. പിന്നെ കുറച്ച് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പറയട്ടെ, റിസ്ക് ആപ്പിറ്റൈറ്റ് ഉള്ള ആൾക്കാർ മാത്രമേ ഇതിലേക്ക് ഇടപെടാൻ പാടുള്ളൂ. അവരോട് തന്നെ പറയട്ടെ, ഇത് കുറച്ച് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ ഉള്ള സോളാർ എന്ന് പറയുമ്പോൾ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അതിൽ തന്നെ ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ വളരെ ഇൻകൺസിസ്റ്റൻസി നമുക്കതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 10 രൂപയാണ് ഇതിൻ്റെ വില എങ്കിൽ പോലും അത് ഒരു ഹൈലി പ്രൈസ്ഡ് ആണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്യാവശ്യമില്ലെങ്കിൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അഗ്നി ഗ്രീൻ പവർ ലിമിറ്റഡ് എന്ന IPOയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റുകൾ ഇടാനും മടിക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.